ഹലോ എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇത് അതിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുമോ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപവർത്തനം സംഭവിക്കണമെങ്കിൽ മാധ്യമത്തിന്റെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശം ചെരിഞ്ഞു പതിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇങ്ങനെ പ്രകാശം ചെരിഞ്ഞു പതിച്ചു കഴിഞ്ഞാൽ മാത്രമേ അപവർത്തനം സംഭവിക്കുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും ഏത് സന്ദർഭത്തിലും ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ അത് അപവർത്തനം സംഭവിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഏത് സന്ദർഭത്തിലും പ്രകാശത്തിന് അപവർത്തനം മാത്രമാണോ സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പൂർണ്ണാന്തര പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ചിത്രം 1.14 കാണുന്ന തരത്തിലുള്ള അലങ്കാര വിളക്കുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ബൾബിൽ നിന്നുള്ള പ്രകാശം ഈ നാരുകളിലൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ അഗ്രഭാഗത്തു കൂടി മാത്രം പ്രകാശം പുറത്തു വരാൻ കാരണം എന്തായിരിക്കും? ഇങ്ങനൊരു ലൈറ്റ് നിങ്ങളെല്ലാവരും മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ചന്തയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഒരു അലങ്കാരത്തിനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ലാമ്പ് വാങ്ങി വെക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ലാമ്പിൽ എന്താണ്, കുറെ കുഞ്ഞി നാരുകൾ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ആ നാരുകളുടെ അറ്റത്തിൽ നിന്നും പ്രകാശം വരുന്നതായിട്ട് പുറത്ത് വരുന്നതായിട്ടെന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കും. ഓക്കെ, ഇത് മനസ്സിലാക്കുന്നതിനായി ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ട്രഫിൽ എടുത്ത ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് വിവിധ കോണളവിൽ പതിപ്പിച്ചു നോക്കും. ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ആ പാത്രത്തിൽ വെള്ളവും നിറച്ചിട്ടുണ്ട്. പിന്നീട് എന്താ, ഒരു ലേസർ ടോർച്ചും ഉണ്ട്. ആ ലേസർ ടോർച്ചിന്ന് ലൈറ്റ് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് പല ആംഗിൾ പല കോണളവിൽ നിന്നും അടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്, ഒരു ലേസർ ടോർച്ച് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പല കോണിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ, ഏതോ ഒരു കോണിൽ അടിക്കുമ്പോൾ ഈ ഒരു ലൈറ്റ്, അപവർത്തനം സംഭവിച്ച ലൈറ്റ് എങ്ങനെയാ പോകുന്നത്? ഈ ഒരു പ്രതലത്തിന്, ഈ ഉപരിതലത്തിന് നേരെയായിട്ട് അല്ലെ, സമാന്തരമായിട്ട് പോകുന്നതായിട്ട് കാണാം. ഈ ഒരു ചിത്രത്തിൽ എന്താ കാണുന്നത്? ഇതിനേക്കാളും കൂടിയ അളവിലല്ലേ നമ്മൾ അടിക്കുന്നത് അല്ലെ. ഇതിനേക്കാളും കൂടിയ അളവിൽ പതന കോണ് കുറച്ചും കൂടി കൂട്ടിയപ്പോൾ ഈ നേരെ പോയിക്കൊണ്ടിരുന്ന പ്രകാശം എന്തു ചെയ്ത് ഈ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രഫിനുള്ളിൽ പ്രകാശം ഏതൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? വെള്ളത്തിൽ നിന്നും എയറിലും അല്ലെ, ജലത്തിലൂടെയും വായുവിലൂടെയുമാണ് കടന്നു പോകുന്നത്. കാരണം എന്താ, ഇവിടെ ജലമാണെങ്കിൽ ജലത്തിന്റെ മേലെ എന്താ ഉള്ളത്? വായു ആണ് ഉള്ളത്. ഇവിടെ പ്രകാശം പതിക്കുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്കാണോ അതോ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയതിലേക്കാണോ? ഇവിടെ നമ്മൾ വെള്ളത്തിലാണ് അല്ലെ അടിക്കുന്നത്. വെള്ളത്തിൽ നിന്നാണ് അടിക്കുന്നത്, പോകുന്നത് എയറിലേക്കും അല്ലെ, വായുവിലേക്കും. അപ്പോൾ കൂടിയ മാധ്യമം അല്ലെ. പ്രകാശിക സാന്ദ്രത കൂടുതൽ ആർക്കാണ്? ജലത്തിനാണ് അല്ലെ. ജലത്തിനാണ് വായുവിനേക്കാൾ പ്രകാശിക സാന്ദ്രത കൂടിയത്. അപ്പൊ പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പ്രകാശം പോകുന്നത് അല്ലെ. പതനകോണ് ക്രമമായി വർദ്ധിപ്പിച്ചു നോക്കൂ. എന്താണ് നിരീക്ഷിക്കുന്നത്? ഇവിടെ ഇപ്പോ ഒരു പതനകോണില് അടിച്ചു അല്ലെ. അപ്പൊ പ്രകാശം ഇങ്ങനെ പോയി. ഇങ്ങനെ ഓരോരു, ഇവിടെ ഇപ്പൊ 30 അടിച്ചതെങ്കിൽ പിന്നെ ഒരു 35, 40 അങ്ങനെ പതനകോണ് വേറെ ആംഗിളിൽ വേറെ പതനകോണിൽ അടിച്ചു നോക്കിയിട്ട് എന്താണ് നിരീക്ഷിക്കുന്നതെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇവിടെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടന്നു പോകുന്നത് അല്ലെ. അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ജലത്തിൽ നിന്നും വായുവിലേക്കാണ്. ജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമമാണ്. വായുവോ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമവുമാണ്. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടന്നു പോകുന്നത്. പതനകോണിന്റെ അളവ് ക്രമമായി കൂടുമ്പോൾ അപവർത്തന കോണും കൂടി വരുന്നു അല്ലെ. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഞാനൊരു 30 അടിച്ച് ഇതിങ്ങനെ പോയി. ഇതിനേക്കാളും കൂടുതൽ അടിച്ചപ്പോൾ പിന്നെയും താണ് വന്നില്ലേ. അതിനർത്ഥം എന്താ? ഇവിടെ അപവർത്തന കോണ് കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ്. പതന കോണ് കൂടുകയാണെങ്കിൽ അപവർത്തന കോണും കൂടും. എന്താണ്? പതന കോണിന്റെ അളവ് കൂടുമ്പോൾ അപവർത്തന കോണും കൂടി വരും. പതന കോണിന്റെ അളവ് ക്രമമായി കൂടുമ്പോൾ അപവർത്തന കോണും കൂടി വരും. പതനകോൺ ഒരു നിശ്ചിത അളവിനേക്കാൾ കൂടുമ്പോൾ പതനരശ്മി പൂർണ്ണമായും ജലത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നു അല്ലെ. ഇവിടെ നോക്ക്, ഇവിടെ ഒരു പതനകോണിൽ അടിച്ച് അല്ലെ. പതനകോണിൽ അടിച്ച് അത് നേരെ പോയി. ഈ പതനകോണല്ലാണ്ട് വേറെ ഏതോ ഒരു പതനകോണിൽ അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഏത് മാധ്യമത്തിലാണോ നമ്മൾ ലൈറ്റ് അടിച്ചത് ആ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റി അല്ലെ. ഇവിടെ എന്താണ്? ഈ ഒരു പതനകോണിനേക്കാൾ കൂടിയ ഒരു പതനകോണിൽ നമ്മൾ ലൈറ്റ് അടിച്ചപ്പോൾ ഈ ഒരു മാധ്യമത്തിലേക്ക് തന്നെ ലൈറ്റ് തിരിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലെ. എപ്പോഴാണ് അപവർത്തനം സംഭവിക്കാതെ പ്രകാശരശ്മി അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്നത്? എപ്പോഴാ അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്നത്? നമ്മൾ ഏതോ ഒരു പതനകോണിൽ അടിച്ചപ്പോൾ ഈ ഒരു ഉപരിതലത്തിന് സമാന്തരമായിട്ടായിരുന്നു പ്രകാശം പോയിരുന്നത്. പക്ഷെ ഏതോ ഒരു പതനകോണിനേക്കാൾ കൂടുതൽ അടിച്ചപ്പോൾ സമാന്തരമായി പോയിക്കൊണ്ടിരുന്ന പ്രകാശം എന്ത് ചെയ്ത്? തിരിച്ച് ജലത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അല്ലെ. തിരിച്ച് ജലത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ. ഒരു ചാർട്ട് പേപ്പറിൽ ഒരു വൃത്തം വരയ്ക്കുക. അതിൽ 2 പ്രൊട്രാക്ടർ ചേർത്ത് വെച്ച് മാതൃകയിൽ കോണുകൾ അടയാളപ്പെടുത്തി ഒരു മേശയുടെ ഉപരിതലത്തിൽ വയ്ക്കുക. പിന്നീട് അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കനം കൂടിയ ഗ്ലാസ് സ്ലാബ് ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ചാർട്ടിലെ വൃത്തത്തിന് മുകളിൽ വയ്ക്കുക. സ്ലാബിലേക്ക് വ്യത്യസ്ത കോണളവിൽ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം പതിപ്പിക്കുക. ഓരോ അവസരത്തിലുമുള്ള പതനകോൺ, അപവർത്തന കോൺ എന്നിവ നിരീക്ഷിച്ച് പ്രകാശപാത കാണിക്കുന്ന രേഖാചിത്രം സയൻസ് ഡയറിയിൽ വരയ്ക്കുക. അതായത് ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. ചാർട്ട് പേപ്പറിൽ ഒരു റൗണ്ട് വരക്കുക, ഒരു വൃത്തം വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് ആ ഒരു വൃത്തത്തിൽ ഫുള്ള് മാർക്ക് ചെയ്യുക. ഫുള്ള് കോണുകളും മാർക്ക് ചെയ്യുക, അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് ഈ ഒരു ചാർട്ട് പേപ്പർ ഒരു മേശ മേലെ വെച്ചതിന് ശേഷം ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. ഒരു പ്രൊട്രാക്ടർ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വെക്കാം. എന്നതിന് ശേഷം ഒരു ലേസർ ടോർച്ച് ഓരോരോ പതനകോണിൽ പതിപ്പിച്ചതിന് ശേഷം ആദ്യം ചിലപ്പോൾ 10 ഉണ്ടാവുക. 10 പതിപ്പിച്ച് എത്രയാണ് ഇവിടെ അപവർത്തനം നടന്നത് എത്രയാണെന്ന് നോക്കാം. എന്നിട്ട് 10 കൂട്ടാം. അങ്ങനെ ഓരോരോ കോണിലും ഓരോരോ പതനകോണും അടിച്ചടിച്ച് നോക്കി എത്രയാണ് നമ്മൾക്ക് അപവർത്തനം സംഭവിച്ച കോണളവ് എന്ന് രേഖപ്പെടുത്തി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നമ്മൾ പതനകോണ് കൂട്ടുമ്പോൾ പതനകോണ് കൂട്ടുകയാണെങ്കിൽ അപവർത്തനത്തിന്റെ കോണളവും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പതനകോണ് കൂട്ടുകയാണെങ്കിൽ അപവർത്തന കോണും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്ക്, ഇവിടെ ആ ഒരു പ്രൊട്രാക്ടർ ഈ ചിത്രത്തിലെ പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഗ്ലാസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? എയർ ഉണ്ട് കേട്ടോ. ഗ്ലാസും എയറും. അപ്പൊ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടിയതാണ്. എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞത്, ഈ ഒരു വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ലൈറ്റ് എവിടെ നിന്ന് എവിടത്തേക്കാണ് അടിക്കുന്നത്? പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിലേക്കാണ് നമ്മൾ ലൈറ്റിനെ അടിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, ഞാൻ ഗ്ലാസ്സിലേക്ക് ലൈറ്റ് അടിച്ചു അല്ലെ. ഏത് പതനകോണിലാണ് അടിച്ചത്? 35 ഡിഗ്രി വരുന്ന പതനകോണിൽ ലൈറ്റ് അടിച്ചപ്പോൾ അപവർത്തന കോൺ എത്രയാണ് കിട്ടിയത്? 60 ഡിഗ്രി ആണ് അല്ലെ കിട്ടിയത്. എത്രയാണ് കിട്ടിയത്? 60 ഡിഗ്രി ആണ്. ഈ 35നേക്കാൾ കൂട്ടിയപ്പോൾ, 35നേക്കാൾ കൂട്ടി ഒരു 42 ആയപ്പോൾ അപവർത്തന കോൺ എത്രയായി മാറിയിട്ടുണ്ട്? 90 ഡിഗ്രി ആയി മാറിയിട്ടുണ്ട് അല്ലെ. എത്രയായി മാറിയിട്ടുണ്ട്? 90 ഡിഗ്രി ആയി മാറിയിട്ടുണ്ട്. ഈ 42 പിന്നെയും കൂട്ടി എത്രയാക്കി? 43 ആക്കി. 43 ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കല്ലേ നമ്മൾ അടിച്ച്. അപ്പോൾ ഇതിനേക്കാൾ ഇത് കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഗ്ലാസ്സിലേക്ക് തന്നെ തിരിച്ച് എന്ത് ചെയ്തു? പ്രതിപതിച്ചതായിട്ട് കാണാനായിട്ട് പറ്റില്ലേ. ഏതെന്നാണോ അടിച്ചത് അതിലേക്ക് തന്നെ എന്തായിട്ട് വന്നു? ലൈറ്റ് തിരിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. ഇവിടെ പ്രകാശരശ്മി കടക്കുന്നത് ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്കാണ്? ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്കാ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് അല്ലെ. പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്. പതനകോൺ കൂടുമ്പോൾ അപവർത്തന കോണിന് വരുന്ന മാറ്റം എന്ത്? ഇവിടത്തെ പതനകോൺ എത്രയാ? 35 ഉള്ളപ്പോൾ 60. എന്നിട്ട് എന്താ? പതനകോണ് പിന്നെ ഇവിടെ കൂടി അല്ലെ. 42 ഉള്ളപ്പോൾ 90 ആയി അല്ലെ. എന്താ സംഭവിച്ചിട്ടുള്ളത്? പതനകോണ് കൂടുമ്പോൾ എന്താ? പതനകോണ് കൂടുമ്പോൾ അപവർത്തന കോണിന് എന്താ സംഭവം വരുന്നത്? കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. പതനകോണ് കൂടുമ്പോൾ അപവർത്തന കോണിന് വരുന്ന മാറ്റം എന്താണ്? കൂടുന്നു. പതനകോണ് കൂടുമ്പോൾ അപവർത്തന കോണ് കൂടുന്നു. അപവർത്തന കോണ് 90 ഡിഗ്രി ആകുമ്പോഴുള്ള പതനകോണിന്റെ അളവ് എത്രയാണ്? എന്താണ്? അപവർത്തന കോണ് 90 ഡിഗ്രി അല്ലെ. ഇവിടെ എത്രയായിട്ടുണ്ട്? 90 ഡിഗ്രി ആയിട്ടുണ്ട്. അപവർത്തന കോണ് 90 ഡിഗ്രി ആവുമ്പോൾ ഇവിടെ വന്ന് ഇടിച്ചിട്ടുള്ള പതന കോൺ എത്രയാണുള്ളത്? 42 അല്ലെ. അപവർത്തന കോണ് 90 ഡിഗ്രി ആവുമ്പോൾ പതന കോൺ എത്രയാണ്? 42. ഈ പതന കോണിനേക്കാൾ കൂടിയ അളവിൽ പ്രകാശം പതിക്കുമ്പോൾ എന്ത് പ്രത്യേകതയാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? ഈ 42നേക്കാൾ കൂട്ടിയപ്പോൾ പതന കോണ് 42നേക്കാൾ കൂട്ടിയപ്പോൾ എന്താണ് നിരീക്ഷിക്കാൻ കഴിഞ്ഞത്? 42 എന്ന് പറയുന്ന പതന കോണിനേക്കാൾ കൂട്ടിയപ്പോൾ ഇങ്ങനെ സമാന്തരമായി പോയിക്കൊണ്ടിരുന്ന പ്രകാശം എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് ഏത് മാധ്യമത്തിലാണോ നമ്മൾ ലൈറ്റ് അടിച്ച് ആ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് അല്ലെ. അപവർത്തനം സംഭവിക്കാണ്ട് എന്താണ് ഇവിടെ നടന്നത്? തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ വരികയാണ് ചെയ്തത്. അപവർത്തനം സംഭവിച്ചിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ഇവിടെ അപവർത്തനം സംഭവിക്കാതെ തിരിച്ച് ഏത് മാധ്യമത്തിലാണോ നമ്മൾ ലൈറ്റ് അടിച്ചത് ആ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോണ് 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ. എന്താ? ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ എന്തുണ്ട്? എയറും ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സാധനം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ലൈറ്റ് അടിക്കേണ്ടത് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ്. കൂടിയ പ്രകാശിക സാന്ദ്രതയിൽ നിന്നും കുറഞ്ഞ പ്രകാശിക സാന്ദ്രതയിലേക്കാണ് ലൈറ്റ് അടിക്കേണ്ടത്. അപ്പോൾ കൂടിയ പ്രകാശിക സാന്ദ്രതയിൽ നിന്നും കുറഞ്ഞ പ്രകാശിക സാന്ദ്രതയിലേക്ക് ഞാൻ ലൈറ്റ് അടിച്ചു. അപ്പോൾ ഏകദേശം ഒരു 30 ഡിഗ്രിയിൽ ഞാൻ ലൈറ്റ് അടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ എന്താ? കൂടിയതിൽ നിന്നും കുറവിലേക്കാണ് അല്ലെ. അപ്പോൾ നോർമൽ ലംബത്തിൽ നിന്നും അകന്നിട്ടാണ് അല്ലെ പോവാ. അപ്പോൾ ഏകദേശം ഇങ്ങനെ വന്ന് നോർമൽ ലംബത്തിൽ നിന്നും അകന്ന് വന്ന് ഇത് ഏകദേശം ഒരു 58 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അതായത് 30 ഡിഗ്രിയിൽ അടിച്ചു, അപവർത്തന കോണ് 58 ആയി. ഇനി ഞാൻ ഈ 30 എന്നുള്ളത് കുറച്ചും കൂടി കൂട്ടി ഒരു 35 ആക്കി എന്ന് വിചാരിക്കുക. ഒരു 35 ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ അപവർത്തന കോണ് കുറച്ചും കൂടി കൂടിയതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ 58 എന്നുള്ളത് ഒരു 60 സംതിങ് ഒക്കെ, ഒരു
3 അങ്ങനെ എങ്ങാനായി എന്ന് വിചാരിക്കുക. 63 എങ്ങാനായി. അങ്ങനെ 30 നിന്ന് 35 ആയപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? അപവർത്തനത്തിന്റെ കോണ് കൂടിയിട്ടുണ്ട് അല്ലെ. ഈ 35 പകരം 40 ഞാൻ അടിച്ചതെങ്കിലോ 40 ഞാൻ അടിച്ചതെങ്കിലോ ഈ അപവർത്തന കോണ് 63 നിന്ന് പിന്നെയും കൂടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ 70 ഡിഗ്രി അല്ലെ. അപവർത്തന കോണ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. പതന കോണ് കൂട്ടുമ്പോൾ അപവർത്തന കോണിന് എന്താ സംഭവിക്കുന്നത്? അപവർത്തന കോണും കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റി അല്ലെ. എന്താണ്? പതന കോണ് കൂട്ടുമ്പോൾ 30 നിന്ന് 35 35 നിന്നും 40 പതന കോണ് കൂട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അപവർത്തന കോണിന് എന്താ സംഭവിച്ചത്? കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി 40 നിന്നും എന്താണ്? ഈ 40 നിന്നും ഗ്ലാസും എയറും ആണ്. 40 നിന്നും ഒരു 42 വെച്ച് അടിച്ചെന്ന് വിചാരിക്കും. ഒരു 42 അടിച്ചപ്പോൾ ഇത് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. എങ്ങനെ? സമാന്തരമായിട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. അന്നേരം ഇവിടെ ഉള്ള കോണ് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. ഒന്നുകൂടി പറഞ്ഞുതരാം. പതന കോണ് ഏതോ ഒരു കോണില് എവിടത്തേക്ക്? പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിലേക്ക് കേട്ടാ. പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് അടിക്കുമ്പോൾ എന്തടിക്കുമ്പോൾ? പതന കോണ് കൂട്ടുമ്പോൾ അല്ലെ. 30 നിന്ന് 35 35 നിന്ന് 40 40 നിന്ന് 42 പതന കോണ് കൂട്ടുമ്പോൾ അപവർത്തന കോണിലും എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലെ. അപ്പോ എങ്ങനെ ഏതോ ഒരു പതന കോണില് ഞാൻ ലൈറ്റ് അടിച്ചു. അടിച്ചപ്പോൾ അപവർത്തനം നടന്ന കോണ് 90 ഡിഗ്രി ആയല്ലോ അല്ലെ. ഏതോ ഒരു പതന കോണില് ഞാൻ ലൈറ്റ് അടിച്ചപ്പോൾ അപവർത്തന കോണ് 90 ഡിഗ്രി ആയല്ലോ. അങ്ങനെ അപവർത്തന കോണ് 90 ഡിഗ്രി ആവുമ്പോൾ നമ്മൾ എത്ര കോണിലാണോ അടിച്ചത് ആ കോണിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ കോണ് എന്ന് പറയാം. ഒന്നുകൂടി പറയാം. നമ്മള് ലൈറ്റ് അടിച്ചു അല്ലെ. എവിടത്തേക്ക്? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ലൈറ്റിനെ ചെരിച്ചടിച്ചപ്പോൾ ഏതോ ഒരു ആംഗിളില് ലൈറ്റ് അടിച്ചപ്പോൾ, ഏതോ ഒരു കോണില് ലൈറ്റ് അടിച്ചപ്പോൾ ഈ അപവർത്തനം നടന്ന രശ്മി, ഇത് വളഞ്ഞു പോയതാണ്, ഇങ്ങനെ വരണം, ഇതിന് നേരെയാണ്. അപവർത്തനം നടന്ന രശ്മി എങ്ങനെയാണ് പോയിട്ടുള്ളത്? അപവർത്തനം നടന്ന രശ്മി എങ്ങനെയാണ് പോയിട്ടുള്ളത്? ഗ്ലാസ് എയർ ഏതോ ഒരു പതന കോണിൽ ലൈറ്റ് അടിച്ചപ്പോൾ അപവർത്തനം നടന്ന കോണ് എത്രയായി മാറിയിട്ടുണ്ട്? 90 ഡിഗ്രി ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ അപവർത്തനം നടന്ന കോണ് 90 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ ഇവിടെ എത്രയാണോ അടിച്ച കോണ് ആ കോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ, എന്താണ്? ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രകാശരശ്മി കൂടിയ പ്രകാശിക സാന്ദ്രതയിൽ നിന്ന് കുറഞ്ഞ പ്രകാശിക സാന്ദ്രതയിലേക്ക് പോകുമ്പോൾ ഈ അപവർത്തന കോണ് 90 ഡിഗ്രി ആകുമ്പോൾ ഉള്ള പതന കോണിനെ എന്താണ്? അപവർത്തന കോണ് 90 ഡിഗ്രി ആവുമ്പോഴുള്ള പതന കോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാം. ഒരു ഗ്ലാസും എയറും വരുവാണെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ കോണ് പറയുന്നത് 42 ഡിഗ്രി ആണ്. എന്താണ്? ഒരു ഗ്ലാസും എയറും വരുവാണെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ കോണ് 42 ആണ്. 42 ഡിഗ്രിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ അപവർത്തന രശ്മിന്റെ കോണളവ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഏതോ ഒരു ആംഗിളില് ഏതോ ഒരു കോണില് നമ്മൾ പതിപ്പിക്കുമ്പോൾ, പതന കോണ് ഏതോ ഒരു കോണിൽ പതിപ്പിക്കുമ്പോൾ അപവർത്തനം നടന്ന രശ്മിന്റെ കോണ് 90 ഡിഗ്രി ആവുമ്പോൾ ഉള്ള പതന കോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ കോണ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിനാ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു ഓരോരു രീതിയിൽ അടിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നു അല്ലേ. എന്താണ്? കൂടി വന്ന് എന്തായി പോകുന്നുണ്ട്? ഇങ്ങനെ പോയി അല്ലേ. ആദ്യം ഒരു കോണിൽ അടിച്ച്,
ഈ കോണിനേക്കാൾ കുറച്ചുകൂടി കൂട്ടിയപ്പോൾ കുറച്ചുകൂടി വലുതായി അല്ലെ, കുറച്ചും കൂടി ഈ ആംഗിൾ വലുതായിട്ടുണ്ട്. ഏതോ ഒരു കോണിൽ അടിച്ചപ്പോൾ, ഏതോ ഒരു കോണിൽ ഇങ്ങനെ അടിച്ചപ്പോൾ ഈ പതനരശ്മിയും ഒന്നുകൂടി മാറ്റി വരച്ചു തരാം. ഓക്കെ, ഏതോ ഒരു പതന കോണിൽ അടിച്ചപ്പോൾ അപവർത്തന കോണ് ഉണ്ടായി. പിന്നെ ഈ പതന കോണിനേക്കാൾ കൂടിയതിലേക്ക് അടിച്ചപ്പോൾ അപവർത്തന കോണ് പിന്നെയും കൂടി. പിന്നെ എന്താ, ഏതോ ഒരു കോണിൽ അടിച്ചപ്പോൾ അപവർത്തന കോൺ എത്ര ആയിട്ടുണ്ട്? 90 ഡിഗ്രി ആയിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഈ അപവർത്തന കോണ് 90 ഡിഗ്രി ആവുമ്പോൾ ഉള്ള പതന കോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മിനിറ്റ്, ഇതല്ല, ഇനി നേരത്തെ പറഞ്ഞു ഏതോ ഒരു കോണിൽ അടിക്കുമ്പോൾ പതന കോണ് ഏതോ അടിക്കുമ്പോൾ അപവർത്തനം നടന്ന കോണ് 90 ഡിഗ്രി ആവുന്നതിനാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാം. ഈ ഒരു ക്രിട്ടിക്കൽ കോൺ ഉണ്ടല്ലോ, ഈ ഒരു ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയതിൽ ഞാൻ അടിച്ചു എന്ന് വിചാരിക്കാം. ഇതിപ്പോ 42 ആണ് എന്ന് വിചാരിക്കും. 42 ഞാൻ ഇവിടെ ഒരു 43 അടിച്ചു എന്ന് വിചാരിക്കും. 42നേക്കാൾ കൂടിയ ഒരു കോണിൽ അടിച്ചു. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും? ഈ ലൈറ്റ് അപവർത്തനം സംഭവിക്കാതെ, എന്താണ് അപവർത്തനം സംഭവിക്കാതെ പ്രതിപതിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ലൈറ്റ് അപവർത്തനം സംഭവിക്കാണ്ട് പ്രതിപതിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് അടിച്ച ആംഗിൾ ആണല്ലോ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, പതന കോണ്. അപ്പൊ ഇതെന്തായിരിക്കും? പ്രതിപതന കോണായിരിക്കും. ഇത് 43 ആണെങ്കിൽ ഇതും 43 ആയിരിക്കും. അതെന്താ കാരണം? നമ്മള് പ്രതിപതന നിയമത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഐ എത്രയാണോ അതന്നെയായിരിക്കും ആറും അല്ലെ. ഐ ഇപ്പൊ 35 ഡിഗ്രി ആണെങ്കിൽ ആറും എത്രയായിരിക്കും? 35 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ അപവർത്തനം നടന്ന രശ്മിന്റെ കോണ് 90 ഡിഗ്രി ആവുമ്പോഴുള്ള പതന കോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാം. അപ്പൊ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ, ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ കോണിലാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ, 42നേക്കാൾ കൂടുതലാണ് 43. അപ്പൊ 43നേക്കാൾ കൂടുതലാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ അപവർത്തനം സംഭവിച്ചു പോവാണ്ട് എന്ത് സംഭവിക്കും? പ്രതിപതിച്ചിട്ടാണ് ലൈറ്റ് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റുക. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്ന പേര് പൂർണ്ണാന്തര പ്രതിപതനം. എന്താ? പൂർണ്ണാന്തര പ്രതിപതനം. ഇപ്പോ ഗ്ലാസും എയറും ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാന് ഒരു 50 ഡിഗ്രിയിൽ അടിച്ചപ്പോഴാണ് ഇവിടെ 90 ഡിഗ്രി കിട്ടിയെന്ന് വിചാരിക്കും. എന്താണ്? 50 ഡിഗ്രിയിൽ അടിച്ചപ്പോൾ ഇതെന്ത് സംഭവിച്ചു? അപവർത്തന കോണ് 90 ഡിഗ്രി ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ അപവർത്തനം സംഭവിക്കാതെ പൂർണ്ണാന്തര പ്രതിപതനം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 50ൽ നിന്നും കൂടുതൽ കോണ് ചെയ്താൽ മതി അല്ലെ. 50 ഡിഗ്രി അല്ലാതെ 51, 52, 53 അല്ലെങ്കിൽ 50.8 അങ്ങനെ 50ൽ കൂടിയ ഒരു പതന കോണിൽ പതിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? തിരിച്ച് ഈ ഗ്ലാസ്സിലേക്ക് തന്നെ ലൈറ്റ് വരുന്നതായിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അങ്ങനെ ഇതിനെയാണ് നമ്മൾ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയാ. പൂർണ്ണാന്തര പ്രതിപതനം നടക്കണമെങ്കിൽ എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ? ഒന്നാമത്തത് എന്താണ്? കൂടിയ പ്രകാശിക സാന്ദ്രതയിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകണം അല്ലെ. കുറഞ്ഞതിലേക്കാണ് പോകേണ്ടത്. രണ്ടാമത്തെ എന്തായിരുന്നു? ഇവിടെ ഒരു ക്രിട്ടിക്കൽ കോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മൾ പതിപ്പിക്കുന്ന കോൺ അല്ലെ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം എന്ത്? പതന കോൺ. എന്നാൽ മാത്രമേ തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിച്ച് വരുള്ളൂ അല്ലെ. അപ്പൊ ഇതാണ് 2 കണ്ടീഷൻസ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ.
പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോണ് 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോണ്. എന്താണ്? നമ്മളെ അപവർത്തനം നടക്കുന്ന രശ്മി ഉണ്ടാവില്ലേ, ആ രശ്മിയുടെ കോണ് 90 ഡിഗ്രി ആവുമ്പോൾ നമ്മൾ ഏത് ആംഗിളിലാണോ അടിച്ചത്, അതായത് ഏത് കോണിലാണോ നമ്മൾ ലൈറ്റിനെ പതിപ്പിച്ചത്, ആ കോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ കോണ് എന്ന് പറയുന്നത്. ഒരു ഗ്ലാസിൻ്റെയും വായുവിൻ്റെയും ക്രിട്ടിക്കൽ കോണ് 42 ഡിഗ്രി ആണ്. ഗ്ലാസിൻ്റെയും വായുവിൻ്റെയും ക്രിട്ടിക്കൽ കോൺ എത്രയാ? 42 ഡിഗ്രി ആണ്. ഈ 42-ൽ കൂടുതലാണ് ഞാൻ അടിച്ചതെങ്കിൽ എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കാണ്ട് പ്രതിപതിക്കും അല്ലെ. അപവർത്തനം സംഭവിക്കാണ്ട് ഏത് മാധ്യമത്തിലാണോ നമ്മൾ ലൈറ്റ് അടിച്ച് ആ മാധ്യമത്തിലേക്ക് തന്നെ ലൈറ്റ് പ്രതിപതിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതന കോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപതിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം അല്ലെ. ക്രിട്ടിക്കൽ കോൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്കൽ കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപവർത്തനം നടക്കുന്ന കോണ് 90 ഡിഗ്രി ആവുമ്പോൾ നമ്മൾ അടിക്കുന്ന പതന കോണിന്റെ അളവിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാം. അങ്ങനെ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണ് നമ്മൾ അടിക്കുന്ന പതന കോണ് എങ്കിൽ അതെന്ത് ചെയ്യും? അപവർത്തനം സംഭവിക്കാണ്ട് തിരിച്ച് ആ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിച്ച് വരുന്നതായിട്ട് കാണും. ഇതിനെയാണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. പൂർണ്ണാന്തര പ്രതിപതനം. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശപാത തന്നിരിക്കുന്നു. ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഇവിടെ പല മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശപാതയാണ് തന്നിട്ടുള്ളത്. താഴെ എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം ഈ ചിത്രം നോക്കിയിട്ട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം? പൂർണ്ണാന്തര പ്രതിപതനം ഏതിലൊക്കെയാ? പൂർണ്ണാന്തര പ്രതിപതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, ഏതൊക്കെയായിരുന്നു നമ്മളുടെ അതിന്റെ കണ്ടീഷൻ? കൂടിയ പ്രകാശിക സാന്ദ്രതയിൽ നിന്നും കുറഞ്ഞതിലേക്കായിരിക്കണം അല്ലെ. കൂടിയ പ്രകാശിക സാന്ദ്രതയിൽ നിന്നും കുറഞ്ഞതിലേക്കായിരിക്കണം അല്ലെ. കുറഞ്ഞതിലേക്കാണെങ്കിൽ നടക്കും. പിന്നെ എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? എന്താണ്? വന്നടിക്കുന്ന പതനരശ്മി, പതന കോണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പതന കോണ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെ, ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലും ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കാം, ജലത്തിൽ നിന്നും വായുവിലേക്ക് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പോകുന്നത്. പിന്നെയോ അതേ മാധ്യമത്തിലേക്ക് തന്നെ വരികയും ചെയ്യുന്നുണ്ട് അല്ലെ, അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഇത് ജലത്തിൽ നിന്ന് വായുവിലേക്ക്, അതെ, കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പോകുന്നത്, അത് ശരിയാണ്. പക്ഷെങ്കിൽ പതനകോണ് എന്താണ്? അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല അല്ലെ, അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇത് അല്ല. ഇത് ഗ്ലാസിൽ നിന്നും വായുവിലേക്ക്, ഇത് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്, പക്ഷെ തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതും എന്തല്ല? പൂർണ്ണാന്തര പ്രതിപതനം അല്ല. ഇവിടെ ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക്, ഇതും കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ്, പക്ഷെങ്കിൽ എന്താ? തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതും അല്ല. ഇത് ഗ്ലാസിൽ നിന്നും വായുവിലേക്ക്, കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പോകുന്നത്, തിരിച്ചു വരുന്നുണ്ടോ? ഉണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പൂർണ്ണാന്തര പ്രതിപതനത്തിന്? എയും ഇയുമാണ് ഉത്തരം. ഇവിടെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? ഇവിടെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ, ഗ്ലാസ് വരുന്നത് ഏതൊക്കെയാണ്? ഇതും അല്ലെ, ഗ്ലാസ് വരുന്ന, ബാക്കിയൊക്കെ ഏതാ? വായുവും ജലവുമാണ്. ഗ്ലാസ് വരുന്നത് ഇത് മൂന്നുമാണ്. ഈ മൂന്നും നോക്കിയിട്ട് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിട്ടിക്കൽ കോൺ എന്തായിരുന്നു? നമ്മളുടെ വന്നടിച്ച രശ്മിയുണ്ട്, തിരിച്ചു പോകുന്ന രശ്മിയുണ്ട് അല്ലെ. തിരിച്ചു പോകുന്ന ആള് 90 ഡിഗ്രി ഉണ്ടാക്കുന്നതെങ്കിൽ അന്നേരമുള്ള ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. ഇത് 90 ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇത് ഉണ്ടാക്കുന്നുണ്ടോ? ഇത് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഇത് 90 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. ഇത് 90 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇത് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ഏതാണ്? ഈ ഒരു ഓപ്ഷൻ ഡി ആണ് അല്ലെ.
അന്നേരമുള്ള ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ? 42. എത്രയാണ്? 42. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 42 ഡിഗ്രി. 42 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജലത്തിൽ നിന്നും 50 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുമോ? എന്തുകൊണ്ട്? ജലം വായു ജോഡികളുടെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? ജലം വായു എന്താണ്? ജലത്തിൽ നിന്നും വായുവിലേക്ക്. ജലത്തിൽ നിന്നും വായുവിലേക്ക് ഏതിലൊക്കെയാ പോകുന്നത്? ഇവിടെയും ഇവിടെയും അല്ലെ? ജലത്തിൽ നിന്ന് വായുവിലേക്കാണ് പോകുന്നത്. ജലത്തിൽ നിന്നും വായുവിലേക്ക് ഇവിടെയും പോകുന്നുണ്ട്, ഇവിടെയും പോകുന്നുണ്ട്. ജലത്തിൽ നിന്നും വായുവിലേക്ക്. അപ്പോ ജലത്തിൽ നിന്ന് 50 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുമോ? ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? 51 അടിച്ചിട്ടുള്ളത്. എത്രയിലാണ് അടിച്ചിട്ടുള്ളത്? 51 അടിച്ചിട്ടുള്ളത്. 51 അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ 48.6 അടിച്ചപ്പോൾ എന്താണ്? ഈ അപവർത്തന രശ്മിയുടെ കോൺ എത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 90 ഡിഗ്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 90 ഡിഗ്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 90 ഡിഗ്രി വരുമ്പോൾ ഉള്ള കോണിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ക്രിട്ടിക്കൽ കോൺ എത്രയായിരിക്കും? 48.6 ആയിരിക്കും അല്ലെ? 48.6 ആണ്. ഈ 48.6 കൂടുതലാണ് അടിച്ചതെങ്കിൽ എന്ത് സംഭവിക്കും? പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും അല്ലെ? ഈ 48.6 കൂടുതലല്ലേ 51? അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? പൂർണ്ണാന്തര പ്രതിപതനം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? 50 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുമോ? സംഭവിക്കും. അതിന്റെ കാരണം എന്താണ്? ഇവിടെ ജലത്തിന്റെയും വായുവിന്റെയും ക്രിട്ടിക്കൽ കോണളവ് എത്രയാ? 48.6 ആണ്. അപ്പൊ 48.6 കൂടുതലാണ് 50 അല്ലെ? 48.6 കൂടുതലാണ് 50. അപ്പൊ എന്ത് സംഭവിക്കും? പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. ജലം വായു ജോഡികളുടെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? ജലം വായുവിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാ? 48.6 ഡിഗ്രി ആണ്. പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കാൻ ആവശ്യം വേണ്ട 2 സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? പൂർണ്ണാന്തര പ്രതിപതനം നടക്കാനുള്ള 2 സാഹചര്യങ്ങൾ ഏതൊക്കെയാ? ഒന്നാമത്തെ സാഹചര്യം എന്തെന്നാ? കൂടിയ പ്രകാശിക സാന്ദ്രതയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് അല്ലെ? കുറഞ്ഞ പ്രകാശിക സാന്ദ്രതയിലേക്കായിരിക്കണം പോവേണ്ടത് അല്ലെ? എന്താ? കൂടിയ പ്രകാശിക സാന്ദ്രതയിൽ നിന്നും കുറഞ്ഞതിലേക്കായിരിക്കണം ലൈറ്റ് പോവേണ്ടത്. ഇനി രണ്ടാമത്തെ ഏതാണ്? കൂടിയ നിന്ന് കുറഞ്ഞതിലേക്ക് പോയി. ഇനി രണ്ടാമത്തെ പതനകോൺ അല്ലെ? പതനകോണ് എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? പതനകോണ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ആയിരിക്കണം. പതനകോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുള്ളൂ. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. ഇന്ന് നമുക്ക് ഇത്രയും മതി. കാരണം ഇനിയും എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോ. അപ്പൊ അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ താങ്ക് യു.